അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഉപകരിക്കുന്ന ബിസ്മിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണുക, അറിയാത്തവർക്കായി അയച്ചു കൊടുക്കുക. എല്ലാവരും മുഹറം മാസത്തിന്റെ ആദ്യ ദിവസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി വെക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, ആമീൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വരയുള്ള പേപ്പറിൽ ബിസ്മി എഴുതി വെക്കാമോ? ഉത്തരം: വരയില്ലാത്ത അല്പം നീളം കൂടിയ പേപ്പറിലാണ് എഴുതേണ്ടത്, അതാണ് നല്ലത്. 2. എങ്ങനെയാണ് എഴുതേണ്ടത്? ബിസ്മി എഴുതുമ്പോൾ അല്പം ചെറുതാക്കി എഴുതുക, വളരെ വലുപ്പത്തിൽ എഴുതരുത്. 3. ഹർക്കത്തോടെ ബിസ്മി എഴുതാമോ? ഹർക്കത്തോടെ ബിസ്മി എഴുതാമെങ്കിലും ഹർഫുകളുടെ ശക്തി വരുന്നത് ഒറ്റൊറ്റക്ഷരമായി എഴുതുമ്പോഴാണ്. അതിൽ പല ഹിക്മത്തുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനാൽ ബിസ്മി ഒറ്റക്ഷരമായി എഴുതുക. എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നു, അതിനെന്താ പരിഹാരം? 19 അക്ഷരമുള്ള ബിസ്മി 18ആയി പോകുന്നു. ബിസ്മി തെറ്റാതിരിക്കാൻ എഴുതുന്നതിന് മുമ്പ് ഒറ്റക്ഷരമായി ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ബിസ്മിയിൽ എത്ര അക്ഷരമാണ് ഉള്ളത്? ബിസ്മിയിൽ 19 അക്ഷരമാണ് ഉള്ളത്. റസ്മുൽ ഉസ്മാനി പ്രകാരം 19 അക്ഷരങ്ങളാണ് ഉള്ളത്. ഖുർആന്റെ ലിപിയായി റസ്മുൽ ഉസ്മാനാണ് അംഗീകരിച്ചിട്ടുള്ളത്. ബിസ്മിയിലെ റഹ്മാൻ ഒറ്റയായി എഴുതുമ്പോൾ മീമിന് ശേഷം അലിഫ് എഴുതാൻ പാടില്ല. ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. അലിഫില്ലാതെയാണ് റഹ്മാൻ എഴുതേണ്ടത്. 113 തവണയേക്കാൾ കൂടുതൽ ബിസ്മി എഴുതിപ്പോയി. ഇനി എന്തു ചെയ്യും? ഇസ്ലാമിൽ എണ്ണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 113 എന്ന് പറഞ്ഞാൽ 113 തവണ തന്നെ എഴുതുക. കൂട്ടാനോ കുറക്കാനോ പാടില്ല. ഉദാഹരണം: നിസ്കാര ശേഷം തസ്ബീഹ് 33 തവണയാണ് ചൊല്ലേണ്ടത്. അത് 33 ചൊല്ലാൻ പാടില്ല. 33നേക്കാൾ കൂടാനോ കുറയാനോ പാടില്ല. അതുപോലെ തന്നെ 113 തവണ എഴുതാൻ എന്താണ് വഴി? എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 10 എണ്ണം കഴിഞ്ഞാൽ അല്പം ഗ്യാപ്പ് ഇട്ടെഴുതുക. അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കെ എത്ര എണ്ണമായി എന്ന് എണ്ണി നോക്കാം. അശുദ്ധിയുള്ള സമയം സ്ത്രീകൾക്ക് ബിസ്മി എഴുതാമോ? അശുദ്ധിയുള്ള സമയം ഖുർആൻ ആണെന്ന നിലയിൽ ബിസ്മി എഴുതാൻ പാടില്ല. ദിക്ർ ആണെന്ന് കരുതി എഴുതാം. വീട്ടിലുള്ള എല്ലാവരും ബിസ്മി എഴുതി വെക്കണോ? ആരെങ്കിലും ഒരാൾ എഴുതിയാൽ മതിയോ? കുടുംബത്തിലെ ഓതാനും എഴുതാനും കഴിയുന്ന ആരെങ്കിലും ഒരാൾ എഴുതിയാൽ മതി. എഴുതിയവൻ എല്ലാവരെയും ഉൾപ്പെടുത്തി ദുആ ചെയ്യുക. എഴുതും മുമ്പ് എന്തെല്ലാം ശ്രദ്ധിക്കണം? വുളൂ ചെയ്യുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ഖിബ്ലക്ക് മുന്നിട്ട് എഴുതുക, അംബിയ ഔലിയാക്കളുടെ പേരിൽ ഫാത്തിഹ ഓതി എഴുതുന്നത് വളരെ നല്ലതാണ്. ഇഖ്ലാസോടെ എഴുതുക. എഴുതിക്കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം? എഴുതിക്കഴിഞ്ഞ ശേഷം 113 തവണ ബിസ്മി ചൊല്ലി ആ പേപ്പറിൽ തന്നെ ഒന്ന് മന്ത്രിക്കുക. ദിവസവും 113 തവണ ബിസ്മി പതിവാക്കി വരിക. 2 പുറമായി ബിസ്മി എഴുതാമോ? കഴിയുന്നതും ചെറുതായി എഴുതുക. 2 പുറമായി എഴുതാം, കുഴപ്പമില്ല. എഴുതിയത് മടക്കുമ്പോൾ സൂക്ഷിച്ച് മടക്കി വെക്കുക. അള്ളാഹു എല്ലാവർക്കും തൗഫീഖും ഭാഗ്യവും നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.